ഹലോ ഗൈസ്, നാട് മുഴുവൻ ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളാണ്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത സൈക്കോളജിസ്റ്റുകൾ മാത്രം എന്ന് പറയുന്നത് പോലെ നാടെങ്ങും നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് സൈക്കോളജിക്കൽ ടേംസൊക്കെ പറഞ്ഞു തരുന്ന കുറേ ആളുകൾ ഇങ്ങനെ പുതുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു സൈക്കോളജിക്കൽ വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഫീൽ ചെയ്യുകയാണ്. പക്ഷേ കുറച്ച് സൈക്കോളജിസ്റ്റുകളെയൊക്കെ പോയി കണ്ടതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചർച്ചകൾ, റിസർച്ച്, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സൈക്കോളജിസ്റ്റുകളുടെ എണ്ണം കൂടി വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷസാം എനിക്കൊരു ഹെഡ്ഫോൺ ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും എന്നെ വിളിച്ച് അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പല മൊമെൻറ്റ്സ്, പല ഇമോഷണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ കൂടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കമൻറ്റ് ബോക്സിലാണെങ്കിലും കുറേ ആൾക്കാർ ചോദിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ പേഴ്സണൽ നമ്പർ വേണം, എന്നോട് സംസാരിക്കണം, എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുമെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ആ മെസ്സേജുകളൊക്കെ വന്നത്. നമ്മൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചൊരു കാര്യം, അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതും, നമ്മൾ ശരീരത്തിനൊരു രോഗം വരുന്നത് പോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും അഡ്രസ്സ് ചെയ്യണമെന്നും, പിന്നെ ഈ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണുക എന്ന് പറയുന്നത് വട്ടിന് ചികിത്സിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മുടെ സമൂഹം നോക്കിക്കണ്ടിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ വർദ്ധിച്ചു വരുന്ന ഈ സാധ്യതകളെ ഉപയോഗിക്കുന്ന വേറെ കുറേ ആളുകളുണ്ട്. ഇതിൻ്റെ കൂടെ ലോക്ക്ഡൗണിൽ വളരെയധികം പുരോഗതി പ്രാപിച്ച ഒന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുമ്പോൾ പല ആളുകളും മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ആദ്യമൊക്കെ ഇവരുടെ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വീഡിയോ പോലെ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ വീഡിയോ പോലെയൊക്കെ തോന്നും. നമ്മൾ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. പതിയെ അവർ മെൻ്റൽ ഹെൽത്തിലേക്ക് കിടക്കും. വലിയ ടേംസ് ഒക്കെ പറയാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ, അപ്പോൾ നമ്മൾ ഇവരോട് ചോദിക്കണമല്ലോ എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാധ്യതയെ കൂടി മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളതും ക്വാളിഫൈഡ് അല്ലാത്തതും, ഈവൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് പറയുമ്പോൾ പോലും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായ അനവധി ആളുകൾ ഞങ്ങൾ സൈക്കോളജിക്കൽ പരിപാടികളൊക്കെ ചെയ്തു തരാം, അല്ലെങ്കിൽ ഒരു തെറാപ്പി ചെയ്തു തരാം, നിങ്ങൾക്ക് വിഷമമുണ്ടോ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചോളൂ, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചോളൂ, കുറച്ച് പൈസ തന്നാൽ മതി എന്നുള്ള രീതിയിൽ ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സൈഡുണ്ട്. നമുക്ക് ഈ സോഷ്യൽ മീഡിയ സൈക്കോളജിസ്റ്റുകളെ അല്ലെങ്കിൽ ഇത്തരം പല സൈക്കോളജിക്കൽ ടേംസ്, ഇപ്പോൾ NPD, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, പിന്നെ ഡിപ്രഷൻ, ട്രോമ, OCD, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടേംസ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ഹിറ്റായി മാറിയിട്ടുള്ള മിക്കവാറും സെലിബ്രിറ്റികൾക്ക് വന്നു കഴിയുമ്പോഴാണ് കൂടുതൽ ഡിസ്കഷൻ ആവുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടേംസ് ഒക്കെ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം ടൈറ്റിലുകൾ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങനെയാണല്ലേ എന്നൊക്കെ പറയുന്നൊരു തോന്നലൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ ഈ സോഷ്യൽ മീഡിയ സൈക്കോളജിസ്റ്റുകളിലേക്ക് കൂടുതൽ ആകൃഷ്ടരാവുകയും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, അതായത് ഒട്ടും ക്രോഡീകരിക്കപ്പെടാത്ത, ഒട്ടും ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ പേഴ്സണലി, അതായത് ഓരോ ആളുകളെയും ഇൻഡിവിജ്വലി പഠിച്ചിട്ട് പറയേണ്ട, മനസ്സിലാക്കി ചെയ്യേണ്ട, ഡയഗ്നോസ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ കുറേ ജനറൽ ഐഡിയ ഒക്കെ വെച്ചുകൊണ്ട് പലരും മുറി വൈദ്യന്മാരായിട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകളെ അത് ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഒരു അക്സെപ്റ്റൻസ് ഇങ്ങനെയുള്ള മുറി വൈദ്യന്മാർക്ക് കിട്ടുന്നതെന്ന്? ഫസ്റ്റ് കാര്യം, ഇത് വളരെ ഈസിയാണ്. നമ്മളൊരു പനി വന്നു കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോവുക, അവിടെ മരുന്ന് എടുത്തു തരുന്ന ആൾ, അയാൾ BPharm കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കണം. അപ്പോൾ ആ ആളോട് ചെന്നിട്ട് പനിയുണ്ട്, ചെറിയൊരു ജലദോഷം, പിന്നെ ഒരു ചെറിയ തൊണ്ടവേദനയുണ്ട്, എന്താ ഗുളിക ഉള്ളത് എന്ന് ചോദിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ എത്രയോ കാലത്തെ ക്യാമ്പയിന് ശേഷമാണ് പനിയൊക്കെ വരുമ്പോൾ അത് സൂക്ഷിക്കണം, അതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം, ഡോക്ടറെ അടുത്ത് പോകണം, ഡയഗ്നോസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വന്നത്. പക്ഷേ ഇപ്പോഴും ഈസി ആയിട്ടുള്ള ആ ടെക്നിക്ക് പിന്തുടരുന്നവരുണ്ട്. ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ ഒന്ന് പോകണം, അപ്പോയിൻമെൻറ്റ് എടുക്കണം, അവിടെ പോയി നിൽക്കണം, കുറച്ച് പൈസ കൊടുക്കണം, മരുന്ന് വാങ്ങിക്കണം, അത് കൃത്യമായിട്ട് നോക്കണം, 3 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞാൽ, ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അതൊക്കെ ചെയ്യണം. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഒരു ചുക്ക് കാപ്പി ഇട്ട് കുടിച്ച് ഒരു ഡോളയും കഴിച്ച് കണ്ണടച്ചങ്ങ് കടന്നു കഴിഞ്ഞാൽ ചിലർ അതിൻ്റെ കൂടെ മദ്യം കൂടി മിക്സ് ചെയ്യട്ടോ, എന്നിട്ട് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ശരിയാവുമെന്ന് പറയും. ഇതൊരു ഈസി മെത്തേഡാണ്. ഈ സെയിം ഈസി മെത്തേഡ് നമ്മൾ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിലും അപ്ലൈ ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതാണ്. ഞാൻ സൈക്യാട്രിസ്റ്റിനെ ആദ്യം കാണാൻ പോയ സിറ്റുവേഷൻ പറയാം. എൻ്റെ മെൻ്റൽ ഹെൽത്ത് വളരെ മോശമായിട്ടൊരു സിറ്റുവേഷനിലേക്ക് എത്തി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു മൊമെൻ്റ് ഉണ്ട്. അത് വളരെ ഭയാനകമായൊരു സിറ്റുവേഷനാണ്. ഈ വീഡിയോയിൽ അത് മുഴുവൻ പറയുമെന്ന് എനിക്കറിയില്ല, നമ്മൾ പറഞ്ഞു വരുന്നതനുസരിച്ച് നമുക്ക് പറയാം. വളരെ ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ. ഒന്നും നീങ്ങുന്നില്ല, ഞാനും നീങ്ങുന്നില്ല, അനങ്ങുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അതൊരു വളരെ വോയിഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അങ്ങനെ ഞാൻ സൈക്യാട്രിസ്റ്റിനെ ചെന്ന് കാണുമ്പോൾ അവർ ഞാൻ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ആദ്യം തന്നത് കുറച്ച് ഗുളികകളാണ്. ഉണ്ണി ഉറക്കം ശരിയാക്കും, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞു. പക്ഷേ
ഞാൻ ആ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിമിലർ സിറ്റുവേഷനിൽ പോയിട്ടുള്ള ഒരാളോട് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കില്ല അവർ പറയാൻ സാധ്യതയുള്ളൂ. ഇപ്പം മറ്റെന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന, മറ്റെന്തെങ്കിലും ഒരു കുടുംബാന്തരീക്ഷത്തിലുള്ള, മറ്റെന്തെങ്കിലും ഒരു ജീവിത സാഹചര്യത്തിൽ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ അവർ മറ്റൊരു രീതിയിലായിരിക്കും ഒരു പക്ഷേ ചികിത്സിച്ചിട്ടുണ്ടാവുക. അത് ഓരോ ആളുകൾക്കും ഡിഫറൻ്റ് ആണ്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കും, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മറ്റേ തലവേദന വരുമ്പോൾ ബ്ലഡ് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കുന്നത് പോലെ ഈ ഗൂഗിളിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രഷനാണ്. ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നാട്ടിൽ കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ കേട്ടാ നിൻ്റെ വിഷമങ്ങളൊക്കെ നീ എന്നോട് പറ, ഞാനത് മുഴുവൻ കേൾക്കാം, ഞാനത് മുഴുവൻ ഇരുന്ന് കേട്ടിട്ട് നിനക്ക് കുറച്ച് ഉപദേശം തരാം, അപ്പം നിൻ്റെ ഡിപ്രഷൻ മാറും എന്ന് വിചാരിക്കുന്ന കുറേ മണങ്ങാൻ കുണികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിന് കറി ഒഴിച്ചപ്പോൾ കറി കുറഞ്ഞു പോകുന്നത് അയ്യോ എനിക്ക് ഡിപ്രഷനായി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഡിപ്രഷൻ ഇസ് നോട്ട് വാട്ട് യു തിങ്ക്. അതിൽ കൂടി ഒരു പ്രാവശ്യമെങ്കിലും പാസ് ചെയ്ത് പോയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ആളുകളെ പരിചയമുള്ള ആളുകൾ ഒരിക്കലും ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് വെറുതെ എടുത്ത് ഉപയോഗിക്കില്ല. പക്ഷേ മാനസികമായ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. അതെന്താണ് എന്നൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ചെന്ന് കാണാനുള്ള മടി കൊണ്ട്, ചിലപ്പോൾ അത് പൈസയുടെ കാര്യമായിരിക്കാം, വേറെ പല കാര്യങ്ങളുമായിരിക്കാം, നമ്മൾ നേരെ ചെല്ലുന്നത് സോഷ്യൽ മീഡിയയിലേക്കാണ്. അവിടെ നമ്മളെ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ വേണ്ടി മുറി വൈദ്യന്മാർ കാത്തിരിക്കുകയാണ്. അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഓ അപ്പോൾ എനിക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ എനിക്ക് മറ്റേ ഈ പ്രശ്നമാണ് ആ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത് പോലെ സ്വയം അങ്ങ് ചിന്തിക്കും. സ്വാഭാവികമായും ഇല്ലാത്ത മാനസിക പ്രശ്നങ്ങളും കൂടി നിങ്ങൾക്ക് വരും. പക്ഷേ ഈ ഒരു ഈസിനെസ് ഉണ്ടല്ലോ, ആ ഈസി ആയിട്ടുള്ള മെത്തേഡ് കണ്ടുപിടിക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് ഡേഞ്ചറാണ്. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റീസ് ആയിട്ട് മാറുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് തസ്തികയിലേക്കൊക്കെ പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. ചിലപ്പോൾ അവർക്കൊരു പെർട്ടിക്കുലർ കണ്ടീഷനുണ്ട്, ഇന്നതൊക്കെയാണ് ലക്ഷണങ്ങൾ, അപ്പോൾ അതിനൊരു അവരുടേതായിട്ടുള്ളൊരു സെറ്റ് ഓഫ് ലക്ഷണങ്ങൾ അവർ പറയുകയാണ്. ചില ആൾക്കാർ ഇതൊന്നും ഡയഗ്നോസ് ചെയ്യുന്ന പോലുമില്ല. അവരുടെയും ഗുരുനാഥൻ എന്ന് പറയുന്നത് യൂട്യൂബോ ChatGPT ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് ഫാൻസ് ഉണ്ട് അവർക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ പേജിൻ്റെ ലൈക്ക് കൂടാരം പോലെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അതായത് കുറേ ആളുകൾ അവരുടെ ഫ്രണ്ടിനെ പോലെ ഫാമിലിയെ പോലെ നോക്കി കാണുന്ന ഒരാൾ ഈ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്, നമുക്ക് ഈ ആളില്ലേ, പനി വരുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ കഞ്ഞി ഉണ്ടാക്കി തരുമല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയെ അവരുണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഫെമിലിയാരിറ്റിയുടെ പുറത്ത് നമ്മൾ അതിനെ അന്ധമായി വിശ്വസിക്കും. അതിൻ്റെ കൂടെയുള്ള മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ റീൽസൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നോക്കിക്കോളൂ, വളരെ റിച്ചായി തോന്നുന്ന, കണ്ണിന് നമുക്ക് എസ്തെറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നുന്ന, ഒത്തിരി പൈസ മുടക്കി ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്ന പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലിരുന്നുകൊണ്ട് അത്തരം വസ്ത്രധാരണ രീതിയൊക്കെ ആയിട്ട്, പിന്നെ നമുക്ക് ഇന്നും മാറിയിട്ടില്ലാത്ത വിധേയത്വമുള്ള ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ശരിയാണല്ലേ, എനിക്ക് മാനസികമായിട്ട് ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് നമുക്കങ്ങ് വിശ്വസിക്കാൻ തോന്നും. ഈ വിശ്വസിക്കബിലിറ്റി ഫാക്ടർ വളരെ ഡേഞ്ചറാണ്. മറ്റൊരു പ്രശ്നം, ഇത്തരം കാര്യങ്ങൾ പറയുന്ന പല ആളുകളും ഭയങ്കര ആധികാരികമായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് കളയും. നമുക്കിത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നും. ബിഗ് ലൈസ് തിയറി എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് വലിയ വലിയ ആളുകൾ, വലിയ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ നുണ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഒരേ നുണ തന്നെ ഒരുപാട് വട്ടം ആവർത്തിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഇങ്ങനെ പല രീതിയിൽ ഒരു നുണ ഒരു പൊതുസമൂഹത്തിൻ്റെ സത്യമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ കുറേ തിയറീസ് ഉണ്ട്. അതിലൊന്നാണ് വളരെ ആധികാരികമായി നമ്മൾ പറയുന്നത് വിവരക്കേടാണെങ്കിലും ആധികാരികമായി പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ശരിയാണല്ലേ എന്ന് ഒരു തോന്നലുണ്ടാവും. അതിനെയും ഇവിടെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ടേംസ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ ഞാൻ അന്വേഷിച്ച് നടന്ന സാധനം എന്നൊക്കെ പറയുന്ന പോലെ. അതായത് നമ്മൾ എവിടെയെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിലോ ഒക്കെ മറ്റോ കണ്ടിട്ടുള്ള ഒരു സിംഗിൾ ടേം ആയിരിക്കും. ഇപ്പോൾ OCD എന്ന് പറയുന്നത്, എനിക്ക് OCD ആണ് എല്ലാവരും അങ്ങ് പറയാം. നമ്മുടെ മുമ്പിൽ 2 ബുക്ക് ഇരിക്കുന്നു, അപ്പോൾ ചെറിയ ബുക്ക് എടുത്ത് വലിയ ബുക്കിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അല്ലാതിരിക്കുന്നത് കാണുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അയ്യോ എനിക്ക് OCD നാട് മുഴുവൻ പറഞ്ഞു നടക്കും. ഇതിനെ കൃത്യമായി അംഗീകരിക്കുന്ന രീതിയിൽ കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് OCDയെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്യും. ഓൾറെഡി OCD എന്ന് പറയുന്ന ടേമിനോട് നമുക്കൊരു ആകർഷണമുള്ളതുകൊണ്ട് ഈ ടേം ഉപയോഗിച്ചുകൊണ്ട് വേറൊരാൾ സംസാരിക്കുമ്പോൾ അതിലെന്തോ ഉണ്ട് എന്ന് പറയുന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവും. മാത്രമല്ല പണ്ടേ കുറേ കാലം മുമ്പ് എൻ്റെ അച്ഛന് ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ടെന്നൊക്കെ പറയുന്നത് പല ആളുകൾക്കും വലിയ ക്രെഡിറ്റ് ആയിരുന്ന ഒരു സമയമുണ്ട്. അതായത് ഇതൊക്കെ വിദേശത്തു നിന്ന് വരുന്നൊരു രോഗമൊക്കെയാണല്ലോ, മലയാളിക്ക് അധികം കേട്ട് ശീലമില്ലാത്ത രോഗം പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഷുഗർ ഉണ്ടെന്നോ പ്രഷർ ഉണ്ടെന്നോ ഒക്കെ പറയുന്നത് ഒരു വലിയ ക്രെഡിറ്റ് പോലെ. പഴയ മലയാള സിനിമകളൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റും. എന്ന് പറയുന്നത് പോലെ ഇന്നിപ്പോൾ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റായി മാറിയിരിക്കുകയാണ്. എൻ്റെ ട്രോമ എന്നങ്ങ് ഒറ്റയടിക്ക് പറയുകയാണ്. എന്താണ് ട്രോമ എന്ന് പറഞ്ഞ് നമ്മൾ ചോദിച്ചു പോകുമ്പോൾ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്, ചിലതൊക്കെ ഉള്ളിയുടെ തൊലി പൊളിക്കുന്ന പോലത്തെ കാര്യമാണ്. അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ ഇങ്ങനെ ഏറെ കിടന്ന് കറങ്ങുന്നുണ്ട്. വഴിയെ പോണവനും മന്നവനും ഒക്കെ ട്രോമ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥ ട്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ചെറിയ ചെറിയ വാക്കുകൾക്കൊക്കെ ട്രിഗേർഡ് ആവുന്ന ആളുകളുണ്ട്.
അവരുടെ മാനസികാവസ്ഥയെ പരിഗണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഡിപ്രഷൻ ഈ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ളൊരു കാര്യമാണ് ADHD എന്ന് പറയുന്നത്. ഞാൻ കൺസൾട്ട് ചെയ്യുന്ന സൈക്യാട്രിസ്റ്റാണ് എൻ്റെ അടുത്ത് എനിക്ക് ADHDയുടെ ലക്ഷണങ്ങളുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഈ ADHDയുടെ ലക്ഷണങ്ങൾ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് എനിക്കും ADHD ആയിരിക്കും എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടാവും. എനിക്ക് സൈക്യാട്രിസ്റ്റിൻ്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ച ഒരാൾ പറഞ്ഞത് എനിക്ക് ADHD ഉണ്ടെന്നാണ് തോന്നുന്നത്, സൈക്യാട്രിസ്റ്റിൻ്റെ നമ്പർ തരുമോ എന്ന്. അത് അയാൾ ചിന്തിച്ചുണ്ടാക്കേണ്ടതല്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന അറിവുകൾ വെച്ചുകൊണ്ട് സ്വന്തം മാനസികാവസ്ഥ ഇതായിരിക്കും എന്ന് ചിന്തിക്കുന്നത്. ശരീരത്തിന് വരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഡേഞ്ചറാണ് മനസ്സിന് ഈ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ തന്നെ സങ്കല്പിച്ച് തുടങ്ങുന്നത്. ADHD ഒരു മാരക രോഗമോ മാറാവ്യാധിയോ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു സൈക്യാട്രിസ്റ്റ് കണ്ട് നമ്മുടെ ലെവൽ എന്താണ് എന്നുള്ളത് നോക്കി അതിന് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള വഴികൾ അവർ പറഞ്ഞുതരും. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചുകൾ അവർ പറഞ്ഞുതരും. പക്ഷേ കുറേ ആൾക്കാർ ചിലരിതെന്തോ നമ്മുടെ കയ്യിലൊരു ക്രെഡിറ്റായിട്ട് കിട്ടി, എനിക്കൊരു ഇച്ചിരി ADHD കിട്ടി എന്ന് പറയുന്നൊരവസ്ഥയിൽ ഇതിനെ നോക്കി കാണുന്നുണ്ട്. ഇതിനെയും ഇവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ളത് കേൾക്കാൻ ഏറ്റവും എളുപ്പം ഈ സോഷ്യൽ മീഡിയ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതാണ്. നിങ്ങൾ യഥാർത്ഥ ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് അധികം ദിവസങ്ങൾ ഈ പറയുന്ന പോലെ ചെന്ന ഉടനെ ഇന്ന് 4 ഗുളിക കഴിച്ചോ എന്ന് പറഞ്ഞു വിടുന്ന പരിപാടിയൊന്നുമല്ല. ചിലപ്പോൾ ഒരു 2 സിറ്റിങ്ങോ 3 സിറ്റിങ്ങോ ഒക്കെ വേണ്ടി വന്നേക്കാം. കാര്യം ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അയാളുടെ കുട്ടിക്കാലം വരെയുള്ള ഓർമ്മകളിലേക്കുള്ള യാത്ര ചിലപ്പോൾ നടത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുറച്ച് സമയം എടുത്തേക്കാം. ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കേൾക്കാൻ ആഗ്രഹിച്ചത് OCD ആണ്, പേടിക്കാനൊന്നുമില്ല എന്നായിരിക്കും. പക്ഷേ സൈക്യാട്രിസ്റ്റ് മുഖത്ത് നോക്കി പറയും, അതെ നിങ്ങൾക്ക് OCD ഒന്നുമില്ല, അതല്ല സാധനം, ഇത് ടെൻഷൻ അടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ സൈക്യാട്രിസ്റ്റിന് പണി അറിയില്ല, ഞാൻ പോയി വേറെ നല്ല സൈക്യാട്രിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന ആൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ലക്ഷണം ഉണ്ടെങ്കിൽ അത് OCD ആണെന്ന് എന്ന് പറഞ്ഞാൽ അവിടെ പോയി വിശ്വസിക്കാൻ തോന്നും. ഒന്ന്, നമുക്ക് ഇഷ്ടമുള്ളത് കേൾക്കാൻ പറ്റും. 2, അധികം സമയം മെനക്കെടണ്ട, പെട്ടെന്ന് നമുക്ക് കൺക്ലൂഷനിലെത്താൻ പറ്റും. പിന്നൊരു പ്രശ്നം, അത് ആക്ച്വലി നമ്മുടെ സൊസൈറ്റിയുടെ നിലവിലെ സാഹചര്യത്തിൻ്റെ ഒരുപക്ഷെ നമ്മുടെ ഭരണകൂടത്തിൻ്റെ തന്നെ ഇടപെടൽ ആവശ്യമായ ഒന്നാണ്. നമ്മൾ ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സർവീസുകൾ, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പരിപാടിയാണ്. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഒക്കെ നമുക്ക് ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ആ സൗകര്യങ്ങളെക്കുറിച്ച് ബഹുഭൂരിപക്ഷം ആളുകളെ അറിയിക്കാൻ പലർക്കും പറ്റുന്നില്ല. വേറൊരു പ്രധാന പ്രശ്നം, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ, ടേംസ് ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ന്യൂ ജനറേഷൻ്റെ ആൾക്കാരായില്ലെങ്കിലോ എന്ന് പറയുന്ന ചില തോന്നലുകളാണ്. കാരണം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനിലുള്ള ആളുകളാണ് ട്രോമ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. പണ്ടുള്ളവർ ട്രോമ എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. ആക്ച്വലി അവിടെ ട്രോമ ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് ആ വേർഡ് യൂസ് ചെയ്ത് പരിചയമില്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ എന്തിനും ഏതിനും ആ വാക്ക് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന ആ ടേം ഞാനും ഉപയോഗിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ അത്തരം കുറച്ച് കീവേഡ്സ് ഒക്കെ പഠിച്ചു വെക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, ഇതും സോഷ്യൽ മീഡിയയിൽ ഇത്തരം സോഷ്യൽ മീഡിയ സൈക്കോളജിസ്റ്റുകളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. അത് മറ്റൊരു തരത്തിൽ ഡേഞ്ചറസ് ആണ്. ആൻഡ് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ സൈക്കോളജിസ്റ്റുകളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ് നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റുക. ഒന്ന്, അവർ ക്വാളിഫൈഡ് ആയിരിക്കില്ല. അവർ സൈക്കോളജിയോ സൈക്കാട്രിയോ ക്ലിനിക്കൽ സൈക്കോളജിയോ കൗൺസിലിംഗ് സൈക്കോളജിയോ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഇവർക്ക് ആകെ ഉള്ളത് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാവും. പിന്നെ ഭൂതകാലത്തിൽ എപ്പോഴോ ചെയ്തിട്ടുള്ള കുറച്ച് മോട്ടിവേഷൻ വീഡിയോസോ അല്ലെങ്കിൽ ചില പോഡ്കാസ്റ്റുകളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബലത്തിൽ ഞാൻ നിങ്ങളെ കേൾക്കാൻ തയ്യാറാണ്, ലിസണർ എന്നൊക്കെ പറഞ്ഞ്, ഹീലർ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ബയോലങ്ങ് അടിച്ചു വെക്കും. ഈ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ മറ്റൊരാളുടെ ദുഃഖം കേട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ കേട്ടിട്ട് സാരമില്ലടാ പോട്ടെ എന്ന് പറയുന്നതാണ് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന പ്രൊഫൈലിൽ കൊണ്ടുപോയി ലിസണറാണ്, ഹീലറാണ് എന്നൊക്കെ എഴുതി വെക്കുക. പക്ഷേ ആക്ച്വലി ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന നീറുന്ന പ്രശ്നങ്ങളുടെ ഒരു 10% കേട്ടാൽ പോലും താങ്ങാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ഈ പറയുന്ന സാധനങ്ങൾ എഴുതിയിടുക. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ദുഃഖത്തിൻ്റെ ആഴം, അല്ലെങ്കിൽ എന്നെ വളരെ ഡിപ്രസീവായ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ഇൻസിഡൻസ് എൻ്റെ കുട്ടിക്കാലം മുതൽ തുടങ്ങുന്നതായിരിക്കും. ഞാൻ അനുഭവിച്ച ഒരു സീരീസ് ഓഫ് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടാവും. ഇത് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അത്രയും വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും, നിങ്ങളെ ട്രിഗർ ചെയ്തേക്കാം. ഇതെൻ്റെ കാര്യമാണ്. എന്നേക്കാൾ നീറുന്ന പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. ഈ ഹീലറിനോ ലിസണറിനോ പേര് വെച്ചിട്ടുള്ള ഒരാൾ ഇവർ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് എത്ര നേരം ഇത് താങ്ങിയിരിക്കാൻ പറ്റും? ഒരു ന്യൂസ് റിപ്പോർട്ടിൽ കണ്ടത് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് അപ്പുറത്ത് ഇത് കേട്ടുകൊണ്ടിരുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരു പെൺകുട്ടിയായിരുന്നു, പൊട്ടിക്കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് മുങ്ങി. 2 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഒന്ന്, ഈ പ്രശ്നം ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ഒരാൾ അപ്പുറത്ത് ഇത് ഹാൻഡിൽ ചെയ്യാൻ നോക്കി, അയാളുടെ മാനസികാവസ്ഥ മോശമായി. ഇനി ഇങ്ങനൊരാൾ കേൾക്കാനുണ്ടാകും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഇത് കേൾക്കാൻ പാകത്തിന്, ഇത് പറഞ്ഞു കൊടുക്കാനിരുന്നിട്ടുള്ള ആളുടെ മാനസികാവസ്ഥ അതിനേക്കാൾ മോശമാക്കി. കാരണം നമ്മുടെ ഈ പഴയ ട്രോമാറ്റിക് ഈവൻറ്റ്സ് എന്ന് പറയുന്നത് അത് പറയുമ്പോഴേ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നതും അതാണ്.
നമ്മൾ ഈ പ്രശ്നം മറ്റൊരാളോട് പറയുമ്പോൾ അയാൾ അത് താങ്ങാൻ പറ്റാതെ ഓടിപ്പോകുന്നു, ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ, ഒന്ന് എൻ്റെ ഫീലിങ്സിനെ അവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ട്, എൻ്റെ ഈ പ്രശ്നം അയാൾക്ക് പോലും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ എങ്ങനെ ഇത് മാനേജ് ചെയ്യുക, എൻ്റെ ജീവിതം തീർന്നു എന്നൊക്കെ പറയുന്ന പോലെ വളരെ നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സിലേക്ക് അത് പോയേക്കാം. അതുകൊണ്ട് ഒരിക്കലും ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളുടെ അടുത്ത്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന, ഞാൻ ആ പോഡ്കാസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരുപാട് വോയിസ് മെസ്സേജുകളുണ്ട്. പരമാവധി ആളുകൾക്കും തിരിച്ച് ഞാൻ മെസ്സേജ് അയച്ചത് ഞാനിതിന് ക്വാളിഫൈഡ് അല്ല എന്നുള്ളത് മാത്രമല്ല, മറ്റൊരാളുടെ ദുഃഖങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയില്ല. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണ് പറ്റിച്ചിട്ട് പോയി അല്ലെങ്കിൽ ഒരു ചെക്കൻ പറ്റിച്ചിട്ട് പോയി എന്ന് പറയുന്ന പ്രേമനൈരാശ്യ കഥകൾ മാത്രമല്ല ആളുകൾക്ക് പറയാനുള്ളത്. അതല്ല ആളുകളെ ഇത്രയും വലിയ ഡിപ്രസീവായ സ്റ്റേറ്റുകളിലേക്ക് എത്തിക്കുന്നത്. വളരെ വളരെ നമുക്ക് ഒരു പക്ഷേ ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രശ്നങ്ങൾ അവരുടെ കുട്ടിക്കാലം മുതൽ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ്. ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ക്വാളിഫൈഡ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിന് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ്. ഇനി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവിടെയും വേറെ പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെഫർ ചെയ്ത ഒരു ന്യൂസ് റിപ്പോർട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സൈക്കോളജിസ്റ്റുകളുടെ അസോസിയേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്തിട്ട്, ചിലപ്പോൾ ദന്ത ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും, പല കോഴ്സുകളൊക്കെ ചെയ്ത് പല രീതിയിൽ പ്രൊഫഷണലി പൊയ്ക്കൊണ്ടിരുന്ന ആളുകൾ അവർ ഏതെങ്കിലും ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പോയിട്ട് സൈക്കോളജിയിൽ ഒരു PG എടുക്കുന്നു. ചില ആൾക്കാർ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇവർ സൈക്കോളജി പഠിച്ചതെന്നോ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇവരിത് പ്രാക്ടീസ് ചെയ്തതെന്നോ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഇവർക്കുണ്ടെന്നുള്ളതോ ഇതൊന്നും കൊടുക്കില്ല. ചോദിക്കും എന്താണ്, അവർ സൈക്കോളജി പഠിച്ചതാണ്. സൈക്കോളജി തിയററ്റിക്കലി പഠിക്കുന്നത് പോലെയല്ല പ്രാക്ടിക്കലി ഉപയോഗിക്കുന്നത്. സൈക്കോളജി തന്നെ 2 തരത്തിലാണ് പോകുന്നത്. ഒന്ന് കൗൺസിലിംഗ് സൈക്കോളജിയാണ്, മറ്റൊന്ന് ക്ലിനിക്കൽ സൈക്കോളജിയാണ്. ഈ ലോക്ക്ഡൗണിനൊക്കെ ശേഷം നമ്മുടെ നാട്ടിൽ സൈക്കോളജിസ്റ്റുകൾക്കുള്ള ഒരു പരിഗണന അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ തൊഴിൽ മേഖലയിലെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് കോളേജസ് സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കോഴ്സ് പഠിച്ചിറങ്ങുന്ന ആളുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാവുന്നൊരു സത്യമാണ്, കോഴ്സ് പഠിച്ചു എന്നുള്ളതുകൊണ്ട് ഒരാൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആളാവുന്നില്ല, അല്ലെങ്കിൽ ഒരാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാവുന്നില്ല. ഞാൻ കണ്ട റിപ്പോർട്ട്സിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോഴും സൈക്കോളജിയിൽ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തിയറി പരിപാടികൾ ബഹുഭൂരിപക്ഷവും വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന്, കൾച്ചേഴ്സിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഇന്ത്യനൈസ്ഡ് വേർഷൻ എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ പ്രാക്ടീസിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനോടൊപ്പം ഒരുപാട് കാലം ജോലി ചെയ്യുക, ക്ലയൻസിനെ ഡീൽ ചെയ്യുക. ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മോക്ക് ഡ്രിൽ എന്നൊക്കെ പറയുന്നത് പോലെ അവർക്കൊരു പേഷ്യൻറ്റിനെ തന്നെ കൊടുക്കുന്നു. വെച്ചാൽ ഒറിജിനൽ പേഷ്യൻ്റ് അല്ല, അവരിത് ടെസ്റ്റ് ചെയ്ത് ഇവർക്കിത് അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് തെളിയിച്ചു കൊടുക്കണം, അല്ലാതെ പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റില്ല. US പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ പ്രശ്നങ്ങൾക്ക്, ശാരീരിക പ്രശ്നങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ മാനസിക ആരോഗ്യത്തിനും അവിടെ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങളൊരു രജിസ്ട്രേർഡ് സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ അല്ല കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല. ആ വഴിക്കും അവിടെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെയും സൈക്യാട്രിസ്റ്റുകളെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സൈക്കോളജിസ്റ്റുകളെയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ അവസ്ഥ അതല്ല. ഗവൺമെൻറ് ചെയ്യുന്നോ ഇല്ലയോ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ സൈക്കോളജിസ്റ്റിനെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, ഇതൊക്കെ കൺസ്യൂം ചെയ്ത് നിങ്ങളുടേതായ ചില തിയറീസിലേക്ക് നിങ്ങൾ ലാൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത്, മാനസികമായി എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത തോന്നുന്നു എന്ന് വരുമ്പോൾ ജസ്റ്റ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണലിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ കടന്നു പോയിട്ടുള്ള ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് ട്രോമ മുതൽ ഇങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാർ പറയുന്നത്, എടാ അത് ഇന്ന കാര്യമാണ്, ഇങ്ങനത്തെ കാര്യമാണ്, അങ്ങനത്തെ കാര്യമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ ചെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ ചെന്ന് കാണുമ്പോൾ അതുവരെ എൻ്റെ തലയിൽ ഫീഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് തെറ്റായ ഇൻഫർമേഷനാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക എന്ന് പറയുന്ന തീരുമാനം എടുത്തിരുന്നെങ്കിൽ കുറേ കൂടി വേഴ്സായിപ്പോയി എൻ്റെ സിറ്റുവേഷൻ. പിന്നെ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നതിനെ പല ആളുകളും പല രീതിയിലാണ് നോക്കി കാണുന്നത്. എന്നെപ്പോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. സങ്കടം വന്നിരിക്കുക എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ മാത്രമല്ല ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഞാനൊരു ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈകിയാണ് എണീറ്റിട്ട് നമുക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നുന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതാക്കണം, ഇതാക്കണം. ഓക്കെ, അങ്ങനെ ഇരുന്നിരുന്ന് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ അനിയത്തി ഒന്ന് വിളിക്കും, ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനിയും കഴിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന്. അപ്പോൾ എണീക്കുന്നു, അവർ നിർബന്ധിക്കുന്നതല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പല്ല് കേൾക്കുന്നു, പോയി എന്തെങ്കിലും കഴിച്ചു എന്ന് ഭാവിക്കുന്നു. അപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, റൂമിന് പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ അവരോട് വളരെ നോർമലായിട്ട് പെരുമാറുന്നു, അവർക്കും വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. പക്ഷേ ഭക്ഷണം കഴിച്ച് വീണ്ടും മുറിക്കകത്ത് കയറി ഞാൻ ആ ബെഡിൽ ഞാൻ എവിടെയാണോ ഇരുന്നത് അതേ സ്ഥലത്ത് പോയിരിക്കുന്നു, വീണ്ടും അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും എന്തെങ്കിലും കഴിക്കുന്നു, തിരിച്ചു വരുന്നു. നമുക്ക് വേണമെങ്കിൽ അതിന് മടിയെന്ന് വിളിക്കാം. ഞാനും ആദ്യം വിചാരിച്ച് എനിക്കെന്തോ ഭയങ്കര മടിയാണ്, 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു.
രാത്രി ഒരു 10-11 മണിയാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് ഉറങ്ങണമെന്ന്. പക്ഷേ അപ്പോഴേക്കും നിരാശ വരും. ഇന്നൊന്നും ചെയ്തില്ലല്ലോ, ഇന്നത്തെ ദിവസം മുഴുവൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പോയല്ലോ, ഈ നിരാശ, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക എന്ന് പറയുന്ന ആങ്സൈറ്റി, ഇതെല്ലാം കൂടി നമ്മളെ ഹിറ്റ് ചെയ്യും. രാത്രി തലയും കുത്തി കിടന്നാലും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഇരുന്ന് കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്കുകയാണ്. വെളുപ്പിന് 2 മണി കാണുന്നു, 3 മണി കാണുന്നു, 4 മണി കാണുന്നു, 5 മണിയൊക്കെ കഴിയുമ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് ബോധം കെട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ടയേർഡായിട്ട് ഉറങ്ങിപ്പോവാണ്. പിന്നെ എണീക്കുമ്പോൾ ഒരു 11-12 മണിയാവും, വീണ്ടും ഇരിക്കും അതേ ബെഡിൽ. അങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഇരിപ്പ് ശരിയാവില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു. അവരെന്നോട് ചോദിച്ച കാര്യങ്ങളിൽ ചിലതൊക്കെ എനിക്ക് ഇമോഷണലി റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ വരുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയൊന്ന് കരയാൻ പറ്റുമോ, എനിക്കിനി വിഷമമുള്ളതുകൊണ്ടാണോ, അതും എനിക്ക് വരുന്നില്ല. ഞാനൊരു പക്ഷേ ഒരു 2 ആഴ്ചയും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പല ആൾക്കാരും പറയില്ലേ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് സംസാരിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന്. ഞാനങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പുറത്ത് പോകണമെന്നുള്ള നിർബന്ധത്തിൻ്റെ വഴങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പോഴൊന്നും എനിക്ക് കുഴപ്പമില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലോകം നല്ല വൈബ്രൻ്റ് ആയിട്ട് തോന്നും. പക്ഷേ ഞാൻ മാത്രമാവുന്ന മൊമെൻറ്റിൽ എൻ്റെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് പല ആൾക്കാരും പറഞ്ഞിട്ടില്ലേ, ഇപ്പം ചില സൂയിസൈഡ് കേസിലൊക്കെ അയ്യോ അയാൾക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല എന്ന്. നിങ്ങൾക്ക് തോന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് അനുഭവിക്കുന്ന ആൾക്കാണ് ആ സിറ്റുവേഷൻ മനസ്സിലാവുക. അയാളൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണലിനോട് സംസാരിക്കുമ്പോൾ അയാൾക്കാണത് ഐഡൻറ്റിഫൈ ചെയ്യാനും തിരുത്തി കൊടുക്കാനും പറ്റുക. നീണ്ടു നിന്ന കുറേ കാലത്തെ മെഡിക്കേഷൻസ് ഉണ്ട്. ഇത്രയും കാലം ഞാൻ എൻ്റെ കുറവുകളാണ് എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും എൻ്റെ കുറവുകളല്ലെന്നും മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടാണെന്നും പിന്നെ എൻ്റെ ജീവിതത്തിലുള്ള പാറ്റേൺസ് എന്തൊക്കെയാണെന്നും സൈക്കോളജിസ്റ്റിനെ ഞാൻ നോക്കി കാണുന്നതിൽ എൻ്റെ ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഇത്രയും കാലം ഞാൻ ജീവിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന എൻ്റെ ലൈഫിൽ ഞാൻ പോലും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലാത്ത എൻ്റെയും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആളുകളുടെയും പാറ്റേൺസ് എന്താണെന്നുള്ളത് അത് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറി മറിയുന്ന പോലെ തോന്നും. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ, അത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ട വിധം ഒന്നും ഇങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ലെന്നല്ല ഞാൻ പറയുന്നത്, ആയിരിക്കില്ല. നിങ്ങൾ ട്രെയിൻഡായ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നതോ ChatGPT ചോദിക്കുന്നതോ ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതോ ഒന്നും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. അതുപോലെ ADHD ഡയഗ്നോസ് ചെയ്യുന്ന സമയത്തും എൻ്റെ ഓർമ്മകൾ എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നി. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ചില കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ഹൈപ്പറാണ്. ഇപ്പോൾ ഒരു ട്രെയിലർ ഡീകോഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിരിക്കും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമയുടെ ഒരു ഇൻ്റർവെല്ലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ക്ലൈമാക്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ ഇത് ഇന്നായിരിക്കും എന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കൊന്നും അത് പറ്റുന്നില്ല. അത് ഒരേ സമയം നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ചും കൂടി നേരത്തെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു അനുഗ്രഹം പോലെ വേണമെങ്കിൽ കാണാം. എന്നാൽ അതേസമയം ഈ പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടർ എനിക്കൊരു വലിയ പ്രശ്നമാണ്. ഇത് പല രീതിയിലാണ് പല ആളുകളെ അഫക്റ്റ് ചെയ്യുക. ചിലത് നമുക്ക് പോസിറ്റീവായിരിക്കും, ചിലത് നമുക്ക് നെഗറ്റീവായിരിക്കും. സിനിമയോട് എനിക്കുള്ള അത്രയും ഇൻട്രസ്റ്റ് എനിക്ക് പല കാര്യങ്ങളോടും ഇല്ല. അല്ലെങ്കിൽ ഒരു സാധാരണ ഒരാൾ അയാളുടെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, കുടുംബത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമല്ലോ. പക്ഷേ ഒരു സാധാരണ ആൾ പ്രാധാന്യം കൊടുക്കുന്ന പല കാര്യങ്ങൾക്കും എനിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടല്ല, പറ്റുന്നില്ല. പക്ഷേ എത്ര പേരുണ്ടാവും സിനിമ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ആളുകൾ. ഇത് ഓരോ ആളുകൾക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് സിനിമയോട് സ്നേഹം ഉണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് ADHD ഉണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള, അതായത് കൃത്യമായി ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും പറയാൻ അവകാശമുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് പറയേണ്ടത്. മാത്രമല്ല ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല. അതായത് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു, അവരോട് സംസാരിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഉള്ളിൽ തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ അറിയാമല്ലോ, ഇഷ്ടംപോലെ കോഴ്സുകളും കോളേജസും ഉണ്ട്. അവിടുന്ന് ഇവിടുന്ന് ചാടി ഇറങ്ങി വരുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന തരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ സ്വിച്ച് ചെയ്യണം. ഇത് നമുക്കും അയാൾക്കും ഇടയിൽ ഉണ്ടാവേണ്ട ഒരു ബോണ്ടാണ്, ഒരു കണക്ഷനാണ്. അത് ഭയങ്കര പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒന്നുമല്ല. ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് അയാളുടെ ഹെൽപ്പ് ചോദിച്ച് തന്നിരിക്കുന്ന നമ്മളും അയാളും തമ്മിൽ ഉണ്ടാവേണ്ട ഒരു കണക്ഷനാണ്. അത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ആ സമയത്ത് സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ഒന്ന് നമുക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നറിയാൻ വേറെ ചില ആളുകൾ ഇതിനെ ഉപയോഗിക്കുന്നത് അവരവരുടെ കുറ്റങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്കൊരു കുഴപ്പമുണ്ട്, എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായിട്ടുണ്ട്. ഞാൻ നേരെ സോഷ്യൽ മീഡിയയിലൊക്കെ തപ്പി നോക്കുമ്പോൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് കണ്ടു. നമ്മുടെ പാർട്ട്ണർ ഇങ്ങനെ ചെയ്യുന്നത് ഈ NPDയുടെ കാരണം കൊണ്ടാണ്, അയാളൊരു നാർസിസിസ്റ്റാണ്. ഇഷ്ടംപോലെ കാരണങ്ങൾ കിട്ടും. അതിലേതെങ്കിലും വെച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറെ അങ്ങ് കുറ്റം പറഞ്ഞാൽ മതി. സംഭവം ഭയങ്കര എളുപ്പമാണ്. നമ്മൾ പക്ഷേ ഈ ഒരു ഒറ്റ ലക്ഷണം വെച്ചുകൊണ്ടൊന്നും അല്ല ആളുകളെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഈ തെറ്റായ ഡയഗ്നോസുകളും അതുപോലെ തെറ്റായ ഇത്തരം ആരോപണങ്ങൾ, നീ ഒരു നാർസിസിസ്റ്റാണ് എന്നൊക്കെ പറയുന്ന ആരോപണം ഒരാളുടെ അടുത്ത് ഉന്നയിക്കുമ്പോൾ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അയാളുടെ മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ തകരാറിലാക്കിക്കൊണ്ടിരിക്കുക. അയാൾക്കില്ലാത്തൊരു പ്രശ്നം അയാൾക്കുണ്ടെന്ന് ആരോപിച്ച് അയാളെ ബ്രെയിൻ വാഷ് ചെയ്ത്, എന്താ ഇനി പറയുക, പലതരം വാക്കുകളുണ്ട്.
അങ്ങനെ അയാളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നിങ്ങളുടെ ഉള്ളിലൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും യഥാർത്ഥ നാർസിസിസ്റ്റ്. പക്ഷേ അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ, ഐഡൻറ്റിഫൈ ചെയ്യാതെ മറ്റേ ആളെ കുറ്റം ചാർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക പ്രശ്നം ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിൽ ഒരുപക്ഷെ നിങ്ങൾ എത്തിപ്പെട്ടേക്കാം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സർട്ടിഫൈഡായ, ക്വാളിഫൈഡായ, ട്രെയിൻഡായ ഒരു പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യുക. 1-2 സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ ഒക്കെ പോയതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്കൊരു മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ലൈഫ് നന്നായിട്ടുണ്ടെന്നൊക്കെ തോന്നുമായിരിക്കും. അപ്പോൾ ഇത് മുഴുവൻ ലോകത്തോട് വിളിച്ച് പറയണമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. നമ്മളൊക്കെ നല്ല മനുഷ്യരല്ലേ, അപ്പോൾ നമ്മുടെ അറിവുകൾ എല്ലാവർക്കും പകർന്നു കൊടുക്കണമെന്ന് തോന്നും. ദയവ് ഇത് മുഴുവൻ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക. അത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ അവസ്ഥ നിങ്ങളൊരു പക്ഷേ അനുഭവിച്ചിരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത്. സോ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.